ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കിട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ റെഡിയായി നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് എന്ന് പറയാം, പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവളിപ്പോൾ താമസിക്കുന്ന വീട് സ്വന്തമായിട്ട് എടുത്തു, അതാണ്. അപ്പോൾ ഹൗസ് വാമിങ് പോലെ വെക്കുന്നില്ല. ഞങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി മാത്രമായിട്ടൊരു ഫുഡും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ പോകുന്നുള്ളൂ, 6 പേരിൽ 2 പേരെ പോകുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് സാറ്റർഡേ കൂടെ ആയതുകൊണ്ട് കുറേ പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരെ പോകുന്നുള്ളൂ. 2 പേർക്ക് മേടിച്ച് പൊളിക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരാളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരും, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോകും. ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം അവൾക്കുള്ള ഗിഫ്റ്റാണ് ഗൈസ്. ഓഫർ ഉണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ, അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് ഗൈസ്. 3 പേര് വരാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഒരാൾക്ക് ഇന്ന് രാവിലെ പെട്ടെന്ന് എന്തോ അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഒരാൾ വരില്ല. അതുകൊണ്ട് സോ നമ്മൾ 2 പേരായിട്ട് പോകുകയാണ്. നമ്മൾ സർപ്രൈസ് ആക്കാമെന്നൊക്കെ വിചാരിച്ചത്. ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ നമുക്ക് വേണ്ടി പരിപാടി വെക്കുന്നതുകൊണ്ട് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, പരിപാടിയൊന്നും ഉണ്ടാവില്ല, ഫുഡ് പോലും ഉണ്ടാവില്ല. ഇവിടെ പോയിട്ട് പട്ടിണി കിടക്കണേ ഗൈസ്. നാളെ ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ 17. ഗൈസ്, ഇന്ന് ഫെബ്രുവരി 14. എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. കുറേ പേർ വാലൻറ്റൈൻസ് ഡേ അടിച്ച് പൊളിക്കുന്നുണ്ടാവും. എന്നെ പോലത്തെ സിംഗിൾസ് ഇങ്ങനെ ചൊറിയും കുത്തി ഇരിക്കുന്നുണ്ടാവും. അല്ലാണ്ട് ചെയ്യാൻ അല്ല ഗൈസ്. അപ്പോൾ നാളെ നമുക്കൊരു വ്ളോഗ് വരുന്നത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു. ഒരു ടൂർ വ്ളോഗായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ചിലപ്പോൾ നാളെ ഇടാൻ പറ്റും, എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറ്റന്നാളാവും. സോ നോ വറീസ്, അവൾ വരുമ്പോൾ കാണാം. നാളെ വ്ളോഗ് മാത്രമല്ല, നാളെ ഒരു 3-4 റീൽസും വരുന്നുണ്ട് കേട്ടോ. എന്തായാലും വരും. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നാളെ കണ്ടാൽ മതി. വീട്ടിലാരും ഇല്ല കേട്ടോ ഗൈസ്. വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ ഞങ്ങളും പുതിയ വീട് വെക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് ഓട്ടവും തിരക്കൊക്കെയാണ്. ഓരോ സാധനമൊക്കെ മേടിക്കണമല്ലോ, നോക്കണമല്ലോ. അങ്ങനെ പോയി, അവരിപ്പോൾ പോയോളും. ഞങ്ങളിവിടെ പുറത്തിരിക്കുകയാണ്. വീടൊക്കെ പോയി അവളിപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എന്താ വീടിൻ്റെ ഒരു സ്ഥലത്തുണ്ട് ഒരു ഹെൽത്ത് കെയർ അങ്ങനെ എന്തോ ഉണ്ട്, അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി, അവിടെ നിന്ന് ഞാൻ വരാം. പക്ഷെ നമ്മൾ അവളെ എന്ത് കൊടുക്കണം? സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ അവളോട് പറഞ്ഞു അവളുടെ വീടിൻ്റെ ഫോട്ടോ അയക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമല്ലോ ഗൈസ്. എൻ്റെ കണ്ണ് എഴുതിയത് എങ്ങനെയുണ്ടെന്ന് പറയണേ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്. അവൾ വരണം ഇനി. അവളുടെ വീട് കാക്കനാടാണ്, അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവൾ ഗിഫ്റ്റ് മേടിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഋതിക നന്ദന വി. ഇവളും വരുന്നുണ്ട്. ഇവൾക്കും വിടില്ല ഗൈസ്. കഷ്ടമല്ലേ അനിയത്തിമാരുള്ളവർക്ക് ഈ ഒരു വേദന മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താഴെ മറക്കല്ലേ. കരിമിഴിയുള്ള കള്ളവണ്ണി കാക്കുണ്ടല് കണ്ടപ്പോൾ കണ്ണൊന്ന് മുടക്കി ചിരിക്കല്ലേ പെണ്ണെ കല്യാൺ. ഗൈസ്, എനിക്ക് കൊറോണയൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ബാഗിലൊരു മാസ്ക് കണ്ടു, അപ്പോൾ അതെടുത്തിട്ടു. അപ്പോൾ മാസ്ക് ഇട്ടിട്ടാണോ മാസ്ക് ഇടാണ്ടാണോ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞു, കഴിഞ്ഞ വ്ളോഗിൽ എന്തോ പറഞ്ഞത് നിങ്ങൾ കമൻറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗൈസ്, വെയിറ്റ് ചെയ്ത് മടുത്തോണ്ട് ഞാൻ അകത്ത് വന്നിരുന്നു കേട്ടോ. എനിക്കൊന്നും വയ്യ. എനിക്കിവിടെ ടാഗ് വെച്ചുകൊണ്ടിരിക്കും. എനിക്ക് വയ്യ ഗൈസ്. പുറത്തേക്ക് നല്ല വെയിലാണ്. അവിടെയാണെങ്കിൽ ഒരു ചേറുള്ളൂ. അവൾ വരുന്നിടത്തുനിന്ന് നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് അവൾ വെയിറ്റ് ആവുന്നത് പറഞ്ഞു. ഭയങ്കര ബ്ലോക്കാന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ പോകും ബ്ലോക്കുള്ളടത്തേക്ക്? ഗൈസ്, നമുക്ക് വല്ല ട്രാൻസിഷൻ എടുത്താലോ? ഞാൻ ആലോചിക്കാം നാളത്തേക്ക്. അക്കാ സീലോ മാതിത്താല അതെടുത്താലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ദീപമമ്മിനെന്നറിയും. ഇതാണ് അവളുടെ വീട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ ഫിദയുടെ വീട്ടിലെത്തി. അവൾക്ക് സർപ്രൈസ് കൊടുക്കാനാണ്. അവളോട് നമ്മൾ എത്തിയെന്നല്ല പറഞ്ഞേക്കണേ, എത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞേക്കണേ. ഞങ്ങൾ
ഫിദയുടെ വീട്ടിലെത്തി. അവൾ സർപ്രൈസായി. ഇതാണ് അവളുടെ വീട്. അവൾ വരുമ്പോൾ കാണിച്ചിരട്ടെ ഗൈസ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഫിദ. ഇവളുടെ ഹൗസ് വാമിങ്ങിനാണ് ഞങ്ങൾ വന്നത്. വാലന്റൈൻസ് ഡേ ആയിട്ട് ചുമപ്പൊക്കെ ഇട്ട് ഇരിക്കണേ കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഫിദ ഫാത്തിമ. ഇതാണ് എൻ്റെ ഫ്രണ്ട് ആമിന മറിയം. അവളുടെ വീട് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കണം വേറൊരു കൊച്ചിൻ്റെ വീട്ടിലോട്ട് പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ അവളുടെ വീട്ടിലെത്താറായി. അവൾക്കറിയില്ല നമ്മൾ വരുന്നത്. ഗൈസ് അവളുടെ റിയാക്ഷൻ നോക്കാം. ഇതാണ് ഫിദയുടെ അനിയത്തി ഗൈസ്. ആയി പറഞ്ഞു ഗൈസ്. ഇതാണ് മെഹറിൻ. വീട്ടിലെത്തിയിരിക്കുന്നു ഫിദയുടെ. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിച്ചു. ഇതാണ് മെഹറിൻ. ഹായ് പറയും. ഇവളാണ്. ഇവളുടെ റിയാക്ഷനാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവളുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോയത് ഗൈസ്. ഗെയിം കളിക്കുകയാണ് ഗൈസ്. ഇമ്പോസ്റ്റർ കളിക്കാൻ പോണേന്ന്. ശരി. എന്താടി ഇതാണ് കിട്ടിയത്. ആ കളി പോയി. ഉറങ്ങാനാ. മനസ്സിലായി ഗൈസ്. നമ്മൾ തമാശ അടിച്ച് കളിക്കുകയാണ് ഇമ്പോസ്റ്റർ മാറ്റിയിട്ട്. അവർ ടീം എ, ഞങ്ങൾ ടീം ബി. ഞങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടി. കൈസ അവരടുത്തൊരു ടീം. കിട്ടി. നമ്മളാരാ ഇങ്ങനെയൊക്കെ കാണിച്ചാ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി പണ്ടത്തെ. ഒറ്റ വാക്കുള്ളൂ. 2 വാക്കുണ്ട്. രണ്ടാമത്തെ വാക്കാണ് പറയണം. എല്ലാരും. എന്ത് പൊട്ടി ഗൈസ്? പൊട്ടി. നമ്മൾ നേരത്തെ 8 നില പൊട്ടി. പക്ഷെ ഇപ്രാവശ്യം പൊട്ടി.
നമ്മളിവിടെ നിന്ന് ഇറങ്ങാറായി. നമ്മൾ കളിച്ചൊക്കെ കഴിഞ്ഞു. 3 മണി ആയതുകൊണ്ട് ഗായ്സ് നമ്മളിവിടെ നിന്ന് പോവുകയാണ്. ഗായ്സ് ടാറ്റ പറയടി. ടാറ്റ പറ ഗായ്സ്. നമ്മൾ പോവുകയാണ് ഗായ്സ്. പോവാണ്. കോളേജ് വീട് വിട്ടിട്ട് പോവാണ്. നമ്മൾ പോവാണ്. നമ്മളിത് ഞങ്ങൾ അവിടം വരെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ ഗൈസ്. യെസ് യെസ്. നമ്മളിനി നേരെ ഞാനും ബിഗും കൂടെ ഒബ്രോണി പോണാണ്. അവിടെ നിന്ന് വ്ളോഗ് എടുക്കുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡേ ഇൻ മൈ ലൈഫാണല്ലോ അപ്പോൾ ഫുൾ എടുക്കുന്നത്. യെസ്. ഞങ്ങളോട് പറഞ്ഞിട്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ വ്ളോഗ് എടുക്കണം. ഇവളതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവള് കുളിക്കാൻ വേണ്ടി ഓടിപ്പോയത്. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്ന ഇവളുടെ തനി സ്വരൂപം കാണാൻ. മതി കൂടുതലൊന്നും പറയണ്ടെന്ന്. നീ ഏപ്രിൽ ഇവിടെ എൻ്റെ വീട്ടിലേക്ക് വരും കേട്ടോ ഗൈസ്. അവളുടെ വീട്ടിലേക്കും പോകും, ഏപ്രിൽ എൻ്റെ വീട്ടിലേക്കും വരും കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ ദീപനും വന്നിട്ടുണ്ട് കേട്ടോ. സൈക്കിളിൽ മെഹ്റൈനും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട് ഞങ്ങളെ കൊണ്ടാക്കാൻ. എന്ത് ചെയ്യാനാണ്. ഗൈസ് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടാ ഗൈസ്. നമ്മൾ ഓട്ടോയിൽ കയറി ഗൈസ്. ഇനി അവിടെ എത്തിയിട്ട് ബ്ലോഗ് എടുക്കാം. ഒബ്രോണിലെത്തി ഗൈസ്. ഗൈസ് ഇവിടെ സ്റ്റോളൊക്കെ ഇട്ടിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ ആയിട്ട് സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. ഇന്ന് നാളെയും കൂടെ ഉള്ളൂ കേട്ടോ ഗൈസ്. വരേണ്ടവരൊക്കെ വേഗം വരാൻ നല്ല ഓഫറൊക്കെ ഉണ്ടാവും. ഗൈസ് നമ്മൾ നമ്മുടെ കടയിലേക്ക് പോകുകയും അങ്ങനെയല്ല ഇങ്ങനെ ഓരോ ഫ്ലോർ ഇങ്ങനെ കറങ്ങി പോകും. ഗൈസ് നമ്മളിവിടെ സ്പെഷ്യലാണ്. നമ്മൾ കടയിൽ പോകണം. എനിക്കൊരു ചേട്ടൻ തന്നതാണ് വെറുതെ പറഞ്ഞ കേട്ടോ. ഇത് ഇവിടുന്ന് വഴി കിട്ടിയതാട്ടോ. ഇതാണ് ആ ചേട്ടൻ. ഇതാണ് കുട്ടിച്ചേട്ടനാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. വ്ളോഗ് ഗൈസ്. നമ്മൾ ഞങ്ങളുടെ കടയിൽ കയറി ഇപ്പോൾ മുകളിലോട്ട് പോകണതാണ് വെറുതെ. അപ്പം ഗൈസ് ഞങ്ങൾ 4th ഫ്ലോറിലെത്തി. സിനിമ കാണാൻ കയറുകയാണ്. അധികം ഇവിടെ നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ വന്നിരിക്കണം. അബ്രോണ്ട്